ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ നടന്മാരായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും എക്സൈസിന്റെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം. അന്വേഷണത്തിനായി മനീഷ് മഹിപാലാണ് ചേരുന്നത് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. മനീഷ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു നോട്ടീസ് അത് എപ്പോഴാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്? എപ്പോൾ ഹാജരാകണമെന്നാണ് നിർദ്ദേശം? കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇന്നലെയാണ് ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് ഇങ്ങനെ ഒരു നോട്ടീസ് രണ്ട് നടന്മാർക്കും അയച്ചത്. അടുത്ത തിങ്കളാഴ്ചക്കുള്ളിൽ തന്നെ ആലപ്പുഴയിലെ എക്സൈസ് ആസ്ഥാനത്ത് നേരിട്ടെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് ഈ നോട്ടീസിൽ പറയുന്നത്. പ്രധാനമായും ഈ രണ്ട് നടന്മാർക്കും ഈ ഒന്നാം പ്രതി കേസിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമയുമായി നേരിട്ട് ബന്ധമുണ്ട്. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകളടക്കം നടത്തിയിട്ടുണ്ട് എന്ന് എക്സൈസിന് വ്യക്തമായ സാഹചര്യത്തിലാണ് നേരിട്ട് തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്നെ പരിശോധിച്ചതിൽ നിന്നും നടന്മാരുമായി ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന് പോലും അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഫോണിൽ നിന്നും ശ്രീനാഥ് ഭാസിയുടെ ചാറ്റ് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഷൈൻ ടോം ചാക്കോയുടെ ചാറ്റ് പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. ഇത് വീണ്ടെടുക്കാനുള്ള ശാസ്ത്രീയ പരിശോധന നടത്തുകയാണ്. ഇവരുടെ ഫോണിൽ നിന്നും ഒട്ടേറെ സ്ത്രീകളുടെ മോഡലുകൾ ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ ഫോട്ടോ കൂടി കണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തസ്ലീമയ്ക്ക് പെൺവാണിഭവുമായി ബന്ധമുണ്ട്, എങ്ങനെയെങ്കിലും ഈ സിനിമാ മേഖലയിൽ ഈ നടന്മാരുമായി തന്നെ ഇത്തരത്തിൽ ഇടപാടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുന്നത് പോലീസ് ആയിരിക്കും. അത്തരം വിവരങ്ങൾ നിലവിൽ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇവർ കൊണ്ടുവന്ന 6 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ്. അതിൽ പിടികൂടിയിട്ടുള്ളത് 3 കിലോ കഞ്ചാവാണ്. എറണാകുളത്ത് 3 കിലോ കഞ്ചാവ് സിനിമാ മേഖലയിലുള്ളവർക്കോ മറ്റുള്ള ആർക്കെങ്കിലും ഒക്കെ തന്നെ കൈമാറിയിട്ടുണ്ടാകാമെന്നാണ് എക്സൈസ് സംശയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് നടന്മാർക്കും ഈ 3 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കൈമാറ്റം ഇവരുമായി ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവരുമായി ഏത് തരത്തിലുള്ള ബന്ധമായിരുന്നു ഇത് വന്ന സമയത്ത് ഉണ്ടായിരുന്ന അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യാപേക്ഷയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് തനിക്ക് തസ്ലീമ തനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ഈ ശ്രീനാഥ് ഭാസി തന്നെ തനിക്ക് ഹൈക്കോടതി കൊടുത്തിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയും തനിക്ക് തസ്ലീമായി ബന്ധമുണ്ടെന്ന് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരു നടന്മാർക്കും ഈ തസ്ലീമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം പരസ്യമായി ഇവർ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ നടന്മാരും ചോദിച്ചറിയാനുള്ളത് കൊണ്ടാണ് എന്താണെങ്കിലും ഇവരെ നേരിട്ട് തന്നെ ഹാജരാകാൻ എക്സൈസ് ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത്. സ്മിത, ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാനാണ് താരങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത്. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്.